ലജ്ജിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. 3 വയസ്സായ ഒരു കുട്ടിയെ അമ്മ പുഴയിലേക്ക് വലിച്ചെറിയുന്നു. വലിച്ചെറിഞ്ഞ ആ കുട്ടി 10ലേറെ തവണ പീഡനത്തിനിരയായിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് നടക്കുന്നത്. സ്വന്തം പിതാവിൻ്റെ സഹോദരനാണ് ഈ കുട്ടിയെ 10ലേറെ തവണ പീഡിപ്പിച്ചത്. 2.5 വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ കുട്ടീനെ പീഡിപ്പിച്ചു. ഈ കുട്ടി ഇത് അമ്മയോട് അത് പറയുകയും അമ്മ അതിനെ ശകാരിക്കുകയും ചെയ്തു. അവസാനം അമ്മ ആ കുട്ടീനെ പുഴയിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു പിഞ്ചു കുട്ടീനെ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ പീഡിപ്പിക്കുന്നു. എങ്ങനെ ആ ദുഷ്ടനായ മനുഷ്യന് ഇത് സാധിക്കുന്നു? സ്വന്തം മകളെ പോലെ നോക്കേണ്ട ഒരു കുട്ടീനെയാണ് ആ ദുഷ്ടൻ, ആ ഒരു എന്താ മനുഷ്യനെ പറയേണ്ടതെന്നറിയാം, അത്രമാത്രം വികൃതമായ ആ ജീവി, അത്രമാത്രം ദുഷ്ടനായ ആ ഒരു ദുഷ്ടൻ ആ കുട്ടീനെ പീഡിപ്പിച്ച് കൊന്നു എന്ന് പറയാൻ കാരണം അമ്മ കുട്ടീനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ പുഴയിൽ വലിച്ചെറിഞ്ഞത്. അതുകൊണ്ട് എങ്ങനെ ആ ദുഷ്ടന് ഇത് സാധിക്കുന്നു? ഇന്നലെ കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കുന്നത് കണ്ടു ഈ കുട്ടിയുടെ മരണ സംബന്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ. നാട്ടുകാരെവിടെ? ആ ഒരു മനുഷ്യന്റെ കയ്യും കാലും തല്ലി ഒടിക്കാൻ ഇവിടെ നാട്ടുകാരില്ലേ? ഇത്രയും ദുഷ്ടനായ ഒരു വ്യക്തി ഈ നാട്ടിൽ എന്തിനു ജീവിക്കണം? പോലീസ് സ്റ്റേഷനിലേക്കാണോ ഈ വ്യക്തിയെ വിടേണ്ടത്? നാട്ടുകാരെ, നിങ്ങൾ ഇടപെട്ട് ആ മനുഷ്യന് തക്കതായ ശിക്ഷ കൊടുക്കുക. അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയി കഴിഞ്ഞിട്ട് സുഖസുന്ദരമായി ജീവിക്കും. കാരണം ജയിലിലെ റിവ്യൂ ഒക്കെ 2 ദിവസം മുമ്പ് മിസ്റ്റർ ആറാട്ടണ്ണൻ കൊടുത്തതാണല്ലോ. ദയവ് ചെയ്ത് അയാൾ ജയിലിലേക്ക് അയക്കുന്നതിന് പകരം അയാളെ എത്തേണ്ട സ്ഥലത്തേക്ക് നാട്ടുകാർ ഇടപെട്ട് അയക്കാൻ ശ്രമിക്കുക. എന്തിനാണ് ഇതേപോലുള്ള ദുഷ്ടൻ ഈ നാട്ടിൽ ജീവിക്കുന്നത്? ഈ നിയമത്തിന്റെ ശക്തിയുടെ കുറവ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു നിയമം, സത്യസന്ധമായ ഒരു നിയമം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. 2.5 വയസ്സ് മുതൽ കുട്ടീനെ പീഡിപ്പിച്ച് 4 വയസ്സായപ്പോൾ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ആ ഒരു നികിഷ്ട ജീവി, ഈ കുട്ടീനെ പീഡിപ്പിക്കുന്ന ആ ഒരു മനുഷ്യൻ എന്തിന് ഈ നാടിന് ആവശ്യം? പ്രതികരിക്കണം, നമ്മളെല്ലാവരും പ്രതികരിക്കണം. അയാൾക്കെതിരെ നമ്മൾ നന്നായി പ്രതികരിക്കണം.